കോട്ടയം ജില്ലയിലെ മീനച്ചി ഗ്രാമപഞ്ചായത്തിലെ വിചിത്രമായ ഒരു പാലത്തിന് മുന്നിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. 2016 പണി തീർത്തെന്ന് പറയപ്പെടുന്ന ഈ പാലത്തിന്റെ ശോചനീയ അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. പല ജലസേചന പദ്ധതികൾക്കും തുടക്കം കുറിക്കാമെന്ന രീതിയിലാണ് ഈ പാലം ഇവിടെ കൊണ്ടുവന്നത്. ഈ പാലത്തിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് കാരണം അധികാരികളുടെ വിട്ടുവീഴ്ചയാണെന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കും. ഇതിനു പിന്നിലെ കാരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വ്യക്തമായി അറിയാം. 10 വർഷങ്ങൾക്ക് മുകളിലായിട്ട് ഈ പാലം ഇതിങ്ങനെ യാത്രാ സൗകര്യങ്ങളില്ലാതെ കിടക്കുന്നതാണ്. ചെക്ക് ഡാം കം ബ്രിഡ്ജായിട്ട് 10 വർഷം മുമ്പ് പണിത പാലമാണിത്. ഇതിന് അപ്രോച്ച് റോഡ് ഇല്ലാതെ ഈ പാലം ഇതുവരെ തുറന്നു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇല്ലാത്തത് വളരെ ഒരു പോരായ്മയായി കണക്കാക്കാം അല്ലേ? അതെ, ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നില്ല. പാലാ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുന്ന മുഴുവൻ വെള്ളവും ഈ ചെക്ക് ഡാമിൽ നിന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ഗതാഗത സൗകര്യത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഈ പാലം കൊണ്ടുണ്ടായിട്ടുണ്ട്? ഈ പാലം തുറന്ന് പോവുകയാണെങ്കിൽ, പണി തീർത്ത് തുറന്നു വിടുകയാണെങ്കിൽ പാലാ നഗരമായിട്ട് ഏതാണ്ട് 1 കിലോമീറ്ററിന്റെ അകലമേ ഉള്ളൂ. ഇപ്പോൾ പാലാ ടൗണിൽ എത്തണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ യാത്ര ചെയ്താലേ ആൾക്കാർക്ക് എത്താൻ പറ്റുന്നുള്ളൂ. ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും ആശുപത്രിയിലും നട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഒക്കെ ഇപ്പം ഇപ്പോഴും അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്നവരുണ്ട്. യാത്രാ സൗകര്യം എളുപ്പമാക്കാൻ വേണ്ടി നിർമ്മിച്ച ഈ പാലം ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ ദുരിതത്തിലാണ്. ഇതിന്റെ മുകളിലും താഴെയും സർക്കാർ കടത്തുവള്ളം ഉണ്ടായിരുന്നു. ആ കടത്തുവള്ളം പാലം പണിത സമയത്ത് നിർത്തിപ്പോയി. ഇപ്പൊ യാത്രക്കാരെ, രണ്ട് ഭാഗത്തുള്ള യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ശുചീകരണ പ്രവർത്തനങ്ങളും യാത്രാ സൗകര്യങ്ങളും ഏറെ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അധികൃതർ കണ്ണു തുറക്കുകയും ജനങ്ങളുടെ കൃത്യമായ ആവശ്യം നിറവേറ്റുകയും ഇവിടെ ഏറെ അനിവാര്യമായിരിക്കുന്നു.